നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ സാന്റോസുമായിട്ട് 5 മാസത്തെ കരാറിലാണ് ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്. പക്ഷേ നെയ്മറുടെ സാന്റോസ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ 5 മാസത്തേതല്ല എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് നെയ്മർ സീനിയർ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം TNT സ്പോർട്സുമായിട്ട് സംസാരിച്ചതാണ്. അത് അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തതാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 5 മന്ത്സിലേക്കല്ല. ശരിയാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ 5 മാസത്തെ കോൺട്രാക്റ്റേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് 5 മാസം മാത്രം കോമ്പീറ്റ് ചെയ്ത് പോവാനല്ല. ഞങ്ങളിവിടെ വന്നത് സാന്റോസിന് റീസ്ട്രക്ചർ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ്. ഈ 5 മാസത്തിൽ അത് സംഭവിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാർട്ട്നേഴ്സിനെ ഫൈൻഡ് ചെയ്യുക, അങ്ങനെ ക്ലബിനെ ആ ഒരു നല്ലൊരു നിലവാരത്തിലേക്ക് തിരികെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ ആളുകളുടെ മുന്നിലേക്ക് ക്ലബിനെ നല്ല രൂപത്തിൽ പ്രസൻറ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഇതിൽ മാർസലോ ടെക്സിയുടെ, അതായത് ക്ലബിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹമാണ് എനിക്ക് സാന്റോസിനെ സഹായിക്കാനുള്ള ഒരു അവസരം തന്നിരിക്കുന്നത്. ഇത് ക്ലബിന് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടേറിയൊരു സമയമാണ്. നെയ്മറെ കൊണ്ടുവരുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോ അങ്ങനെ ആവുമ്പോൾ ഒരു അപ്രോപ്രിയേറ്റ് ലെവലിലേക്ക് ടീമിന് എത്തേണ്ടതുണ്ട്. അങ്ങനെ ആവുമ്പോഴാണ് നെയ്മർക്ക് ഹാപ്പി ആവാൻ പറ്റുക. അതുകൊണ്ട് നീണ്ട കാലത്തേക്കുള്ള ഒരു പ്രൊജക്റ്റായിട്ടാണ് ഇതിനെ കാണുന്നത് എന്ന് നെയ്മറുടെ പിതാവ് പറയുന്നു. അതായത് നെയ്മർ അവിടെ 5 മാസത്തിന് ശേഷം തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനിയും കണ്ടറിയണം. തുടരാനുള്ള സാധ്യത തുറന്നിടപ്പെടുന്നു എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ടിൽ അവർ പറഞ്ഞത്. നെയ്മേഴ്സ് ഫാദർ അഡ്മിറ്റ്സ് ദാറ്റ് ദി സ്റ്റാർ കുഡ് സ്റ്റേ അറ്റ് സാന്റോസ് ഫോർ മോർ ദാൻ 5 മന്ത്സ് എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, ക്ലബ്ബ് ഇപ്പോൾ ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലാണ്. അതിൽ നിന്ന് ടീമിനെ തിരികെ കൊണ്ടുവരിക, അതിനുള്ളൊരു ശ്രമത്തിലാണ് തങ്ങളുള്ളത്. സാന്റോസിനെ സഹായിക്കുക, അതാണ് പ്രധാനമായും ഈ ഒരു ട്രാൻസ്ഫറിലൂടെ സംഭവിക്കുന്നത് എന്ന് നെയ്മറുടെ പിതാവ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.